ബോസ് മലയാളം സീസൺ 7 ലൈവില് ഇന്ന് കൊടുത്ത ആ ഒരു മോർണിംഗ് ടാസ്ക് കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ആഴ്ച കൊടുക്കുകയായിരുന്നുവെങ്കിൽ എല്ലാവരും തന്നെ അനീഷിന്റെ പേര് കപ്പല് മുക്കി താഴ്ത്തുന്ന വ്യക്തി എന്ന ലേബിൾ കൊടുത്ത് പറഞ്ഞേനെ. പക്ഷെ ഇന്ന് അനീഷ് ഹൗസിനുള്ളിൽ നേടിയെടുത്ത ആ ഒരു പിന്തുണ അത് പുള്ളി ഗെയിം മാറ്റിയതിലൂടെ തന്നെ നേടിയെടുത്ത ഒരു സംഭവമാണ്. 5 പേരാണ് അനീഷിനെ പറ്റി ഇന്ന് മുമ്പോട്ട് വന്നു നിന്ന് പോസിറ്റീവ്സ് മാത്രം പറഞ്ഞത്. ആകെ നെവിൻ മാത്രമാണ് നെഗറ്റീവ് പറഞ്ഞത്. ഇത് മാറ്റി നിർത്തിയാൽ ഭൂരിഭാഗം പേരും അനീഷിന്റെ പോസിറ്റീവ്സ് ആണ് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞത്. അതേസമയം തന്നെ ബിഗ് ബോസ് എന്ന കപ്പലിനെ മുക്കി താഴ്ത്തുന്ന വ്യക്തി എന്നൊരു ലേബലിൽ അനുമോൾക്ക് ലഭിച്ചത് 4 നോമിനേഷൻസ് ആണ്. കഴിഞ്ഞ ആഴ്ചയൊന്നും ഇതല്ലായിരുന്നു ഈ സീസണിന്റെ അവസ്ഥ. ഹൗസിനകത്ത് അത്രയധികം പിന്തുണയുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അനുമോൾ. സർവ്വസമ്മതയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ജിസയിലുമായിട്ടുള്ള ആ ഒരു പ്രശ്നത്തിലാണ് അനുമോൾക്ക് പിന്തുണയെല്ലാം നഷ്ടപ്പെട്ടത്. ഇതേപോലെ തന്നെ ഹൗസ്മേറ്റ്സിന്റെ സപ്പോർട്ട് നഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ആണ് ഷാനവാസ്. എന്നിരുന്നാലും ഇവർ 3 പേരും തന്നെ ഈ സീസണിലെ സ്ട്രോങ് മത്സരാർത്ഥികളാണ്. ഈ സീസണെ പിടിച്ചു നിർത്തുന്ന 3 പില്ലേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവരില്ലായിരുന്നെങ്കിൽ ഈ സീസൺ ആകെ അടുങ്ങിപ്പോയനെ. കാരണം ഹൗസിനകത്തെ കോ കണ്ടസ്റ്റൻസിന്റെ സപ്പോർട്ടും പുറത്തെ പ്രേക്ഷകരുടെ സപ്പോർട്ടും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുറത്തെ സപ്പോർട്ടിന്റെ കാര്യത്തിൽ ഈ 3 പേരും കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ സീസണിൽ. മികച്ച രീതിയിൽ കളിച്ചാൽ ഇനിയും പ്രേക്ഷക പിന്തുണ നേടിയെടുക്കാൻ സാധിക്കും. ഇപ്പൊ അനീഷ് ആയാലും ഷാനവാസ് ആയാലും അനുമോൾ ആയാലും 3 പേരുടെയും കൂടി കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത്രയും പൊട്ടൻഷ്യൽ ഉള്ള കിഡിലൻ BB മെറ്റീരിയൽ ഗെയിമേഴ്സ് ആണ് ഇവർ 3 പേരും.